തൃശൂർ പൂരം കലക്കിയതിൽ ക്രിമിനൽ ഗൂഢാലോചനയെന്ന് എഡിജിപിയുടെ റിപ്പോർട്ട്. അന്വേഷണ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കൈമാറി. നിലപാട് കടുപ്പിച്ച് സിപിഐ. ലൈംഗിക പീഡന കേസിൽ നടൻ സിദ്ദീഖിന്റെ അറസ്റ്റ് ഉടൻ. സിദ്ദീഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി. ലൈംഗികാതിക്രമ കേസിൽ നടനും എംഎൽഎയുമായ മുകേഷിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. കയ്പമംഗലത്ത് യുവാവിനെ മർദ്ദിച്ചു കൊന്ന് ആംബുലൻസിൽ ഉപേക്ഷിച്ചു. കോയമ്പത്തൂർ സ്വദേശി അരുണാണ് കൊല്ലപ്പെട്ടത്. പ്രതികൾക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. മുന്നൊരുക്കങ്ങൾ പൂർത്തിയാക്കാതെ ആമ്പല്ലൂരിൽ അടിപ്പാത നിർമ്മാണത്തിനായി ദേശീയപാത പൊളിച്ചു തുടങ്ങി. ആമ്പല്ലൂർ സെന്റർ മുതൽ വൻ ഗതാഗത കുരുക്ക് അനുഭവപ്പെട്ടു. ദേശീയപാത അതോറിറ്റിക്കെതിരെ കെ രാമചന്ദ്രൻ എംഎൽഎ. നമസ്കാരം. വാർത്തകൾ വിശദമായി. തൃശൂർ പൂരം കലക്കിയതിൽ ക്രിമിനൽ ഗൂഢാലോചനയെന്ന് എഡിജിപിയുടെ റിപ്പോർട്ട് ഡിജിപി മുഖ്യമന്ത്രിക്ക് കൈമാറി. തിരുവമ്പാടി ദേവസ്വത്തിലെ ചിലർ പൂരം മുടക്കാൻ ശ്രമിച്ചുവെന്നും പോലീസ് നിർദ്ദേശങ്ങൾ ദേവസ്വം മനഃപൂർവ്വം അവഗണിച്ചുവെന്നും പൂരം നിർത്തുന്നുവെന്ന് ഏകപക്ഷീയമായി പ്രഖ്യാപിച്ചുവെന്നും എഡിജിപി എം.ആർ. അജിത് കുമാർ തയ്യാറാക്കിയ റിപ്പോർട്ടിൽ പറയുന്നു. തുടർ നടപടി നിർദ്ദേശിച്ചാണ് റിപ്പോർട്ട് കൈമാറിയത്. അതേസമയം എഡിജിപിയുടെ റിപ്പോർട്ടിൽ ഡിജിപി വിയോജിപ്പ് രേഖപ്പെടുത്തിയതായും സൂചനയുണ്ട്. പൂരം അലങ്കോലപ്പെട്ടപ്പോൾ സ്ഥലത്തുണ്ടായിട്ടും എഡിജിപി എന്തുകൊണ്ട് ഇടപെട്ടില്ലെന്ന് ഡിജിപി ചോദിച്ചു. അതിനിടെ എഡിജിപിയുടെ റിപ്പോർട്ടിനെതിരെ ടി.എൻ. പ്രതാപൻ രംഗത്തെത്തി. ദേവസ്വങ്ങളെ പഴിച്ചേരുന്ന റിപ്പോർട്ട് പച്ചക്കള്ളമാണെന്ന് ടി.എൻ. പ്രതാപൻ പറഞ്ഞു. എന്നാൽ പൂരം കലങ്ങിയെന്നത് യാഥാർത്ഥ്യമാണെന്നും എന്നാൽ കുറ്റക്കാർ ആരാണെന്ന് മുൻകൂട്ടി പറയുന്നത് ശരിയല്ലെന്ന് LDF കൺവീനർ ടി.പി. രാമകൃഷ്ണൻ പ്രതികരിച്ചു. തൃശൂർ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ടിൽ നിലപാട് കടുപ്പിച്ച് സിപിഐ. അന്വേഷണ റിപ്പോർട്ട് ആശയക്കുഴപ്പങ്ങൾക്ക് വഴിവെക്കുന്നുവെന്ന തലക്കെട്ടിൽ സിപിഐയുടെ പാർട്ടി മുഖപത്രമായ ജനയുഗത്തിൽ എഴുതിയ മുഖപ്രസംഗത്തിലാണ് രൂക്ഷ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. ക്രമസമാധാന ചുമതലയുള്ള എഡിജിപി സ്ഥലത്തുണ്ടായിട്ടും ഇടപെടാത്തത് ദുരൂഹമാണെന്നും ക്രമസമാധാന പാലനത്തിലെ അനുഭവ സമ്പത്ത് പ്രശ്നപരിഹാരത്തിന് ഉപയോഗിച്ചില്ലെന്നും ലേഖനത്തിൽ വിമർശിക്കുന്നു. തൃശൂർ പൂരത്തിന്റെ ചുമതല മുഴുവൻ ജൂനിയറായ ഉദ്യോഗസ്ഥനെ ഏൽപ്പിച്ചത് ശരിയല്ല. പൂരം അലങ്കോലപ്പെടുത്തിയവരെ വെള്ളപൂശുന്ന കണ്ടെത്തലാണ് എഡിജിപി തന്നെ അന്വേഷിച്ച് നൽകിയ റിപ്പോർട്ടിലുള്ളതെന്നും മുഖപ്രസംഗത്തിൽ ആരോപിക്കുന്നു. റവന്യൂ മന്ത്രിയുടെ പോലും യാത്രാ സൌകര്യം നിഷേധിച്ചപ്പോൾ സുരേഷ് ഗോപിക്ക് വഴിയൊരുങ്ങി. സേവാഭാരതിയുടെ ആംബുലൻസിൽ സുരേഷ് ഗോപി എത്തിയത് ദുരൂഹമാണ്. അന്വേഷണ റിപ്പോർട്ട് അനിശ്ചിതമായി വൈകിയതിലടക്കം ദുരൂഹതയുണ്ട്. അട്ടിമറിയും ഗൂഢാലോചനയും ഇല്ലെങ്കിൽ വസ്തുനിഷ്ഠമായി ജനങ്ങളെ ബോധ്യപ്പെടുത്തണമെന്നും മുഖപ്രസംഗം വ്യക്തമാക്കുന്നു. ലൈംഗിക പീഡന കേസിൽ നടൻ സിദ്ദീഖിനെ ഉടൻ അറസ്റ്റ് ചെയ്യും. സിദ്ദീഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയതിന് പിന്നാലെയാണ് അറസ്റ്റിന് നീക്കം നടക്കുന്നത്. സിനിമയിൽ അവസരം നൽകാമെന്ന് പറഞ്ഞ് തിരുവനന്തപുരം മസ്കറ്റ് ഹോട്ടലിൽ വെച്ച് ബലാത്സംഗം ചെയ്തുവെന്ന തിരുവനന്തപുരം സ്വദേശിനിയായ യുവനടിയുടെ പരാതിയിലാണ് കേസ്. മ്യൂസിയം പോലീസാണ് കേസെടുത്തത്. അതേസമയം അറസ്റ്റ് അഭ്യൂഹങ്ങൾ ശക്തമായതോടെ സിദ്ദീഖ് വീട്ടിൽ നിന്നും മാറി. മൊബൈൽ സ്വിച്ച് ഓഫ് ആക്കിയാണ് സിദ്ദീഖ് ഒളിത്താവളത്തിലേക്ക് മാറിയത്. വിദേശത്തേക്ക് കടക്കാതിരിക്കാൻ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ലുക്കൌട്ട് സർക്കുലർ ഇറക്കി. അതിനിടെ ലൈംഗികാതിക്രമ കേസിൽ നടനും എംഎൽഎയുമായ മുകേഷിനെയും പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്ത ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തി. മുൻകൂർ ജാമ്യമുള്ളതിനാൽ മുകേഷിനെ വിട്ടയച്ചു. കയ്പമംഗലത്ത് യുവാവിനെ മർദ്ദിച്ചു കൊന്ന് ആംബുലൻസിൽ ഉപേക്ഷിച്ചു. കോയമ്പത്തൂർ മേട്ടുപാളയം സ്വദേശി 40 വയസ്സുള്ള അരുണാണ് കൊല്ലപ്പെട്ടത്. പാലിയേക്കര ടോൾ പ്ലാസയിൽ നിന്ന് അരുണിനെ 4 അംഗ സംഘം കാറിൽ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. തിങ്കളാഴ്ച രാത്രി 11:30യോടെയാണ് സംഭവം. പാലിയേക്കരയിലേക്ക് വിളിച്ചുവരുത്തിയ അരുണിനെ രഹസ്യ കേന്ദ്രത്തിൽ എത്തിച്ച് മർദ്ദിച്ച ശേഷം കയ്പമംഗലത്ത് വെച്ച് ആംബുലൻസ് വിളിച്ചുവരുത്തി ആശുപത്രിയിലേക്ക് വിടുകയായിരുന്നു. പിന്നാലെത്താമെന്ന് പറഞ്ഞ സംഘം കടന്നുകളയുകയുമായിരുന്നു. ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അരുൺ മരിച്ചിരുന്നു. സംഭവത്തെ തുടർന്ന് കയ്പമംഗലം പോലീസ് നടത്തിയ പ്രാഥമിക അന്വേഷണത്തിലാണ് അരുണിന്റെ മരണം കൊലപാതകമാണെന്ന് കണ്ടെത്തിയത്. മർദ്ദിച്ച 4 പേരും കണ്ണൂർ സ്വദേശികളാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. റൈസ് പുള്ളർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് നഷ്ടപ്പെട്ട 10 ലക്ഷം രൂപ തിരികെ പിടിക്കുന്നതിനായിരുന്നു ആക്രമണം എന്നാണ് പോലീസ് പറയുന്നത്. അരുണിന്റെ മൃതദേഹം കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ബുധനാഴ്ച ബന്ധുക്കളെത്തിയ ശേഷം പോസ്റ്റ്മോർട്ടം ചെയ്ത് മൃതദേഹം വിട്ടുകൊടുക്കും. ഫോറൻസിക് ഉദ്യോഗസ്ഥർ പടിഞ്ഞാറെ വെമ്പലൂരിലെ വീട്ടിലെത്തി തെളിവുകൾ ശേഖരിച്ചു.
മുന്നൊരുക്കങ്ങൾ പൂർത്തിയാക്കാതെ ആമ്പല്ലൂരിൽ അടിപ്പാത നിർമ്മാണത്തിനായി ദേശീയപാത പൊളിച്ചു തുടങ്ങി. ആമ്പല്ലൂർ സെന്റർ മുതൽ വൻ ഗതാഗത കുരുക്ക് അനുഭവപ്പെട്ടു. മുന്നറിയിപ്പില്ലാതെ നേരത്തെ പറഞ്ഞിരുന്നതിനേക്കാൾ 2 ദിവസം മുമ്പേ ആമ്പല്ലൂർ സെന്ററിൽ ടാറിട്ട ഭാഗം പൊളിച്ചു തുടങ്ങിയതാണ് ഗതാഗത കുരുക്കിനിടയാക്കിയത്. ചൊവ്വാഴ്ച വൈകിട്ട് ദേശീയപാതയിൽ തൃശൂർ ഭാഗത്തേക്കുള്ള ഗതാഗതം തടഞ്ഞ് വാഹനങ്ങൾ സർവീസ് റോഡിലൂടെ തിരിച്ചുവിടുകയായിരുന്നു. സർവീസ് റോഡിന്റെ പണി ഇപ്പോഴും ബാക്കി നിൽക്കുന്നതിനിടെയാണ് മുന്നറിയിപ്പൊന്നുമില്ലാതെ ഗതാഗത നിയന്ത്രണം ആരംഭിച്ചത്. അവിചാരിതമായി ഗതാഗത നിയന്ത്രണം തുടങ്ങിയതോടെ 100 കണക്കിന് വാഹനങ്ങൾ ദേശീയപാതയിലും സർവീസ് റോഡിലും കുരുങ്ങി വലഞ്ഞു. മുന്നറിയിപ്പില്ലാതെ റോഡ് പണിയും ഗതാഗത നിയന്ത്രണവും ആരംഭിച്ചത് വലിയ പ്രതിഷേധത്തിനിടയാക്കി. അടിപ്പാത പൂർത്തിയാക്കാൻ 10 മാസമാണ് ദേശീയപാത അതോറിറ്റി പറയുന്ന കാലാവധി. സർവീസ് റോഡുകളുടെ പണി പൂർത്തിയാക്കുന്നതിന് മുൻപേ ആമ്പല്ലൂരിൽ ദേശീയപാത വെട്ടിപ്പൊളിച്ച് ഗതാഗത കുരുക്കിനിടയാക്കിയത് ദേശീയപാത അതോറിറ്റിയുടെ ഭാഗത്തുനിന്നുണ്ടായ വലിയ വീഴ്ചയാണെന്ന് കെ രാമചന്ദ്രൻ MLA കുറ്റപ്പെടുത്തി. ദേശീയപാതയിൽ ആമ്പല്ലൂർ ജംഗ്ഷനിൽ അടിപ്പാത നിർമ്മാണത്തിനായി സർവീസ് റോഡുകളുടെ പണി പൂർത്തീകരിച്ച് ഗതാഗത യോഗ്യമാക്കിയതിനു ശേഷമേ പ്രധാന റോഡിൽ പണി തുടങ്ങൂ എന്ന് വിവിധ യോഗങ്ങളിൽ ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥർ നൽകിയ ഉറപ്പിന്റെ ലംഘനമാണ് ഉണ്ടായതെന്നും MLA പറഞ്ഞു. ദേശീയപാത പ്രോജക്ട് ഡയറക്ടറെയും ജില്ലാ കളക്ടറെയും ബന്ധപ്പെട്ട് അടിയന്തര നടപടിയെടുക്കുവാൻ MLA നിർദ്ദേശം നൽകി. തൃശൂർ കൊടുങ്ങല്ലൂർ തൃശൂർ കുറ്റിപ്പുറം റോഡുകളിലെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ബസ്സുടമസ്ഥ തൊഴിലാളി കോർഡിനേഷൻ കമ്മിറ്റി ഭാരവാഹികളുമായി ജില്ലാ കളക്ടർ ചർച്ച നടത്തി. തൃശൂർ കൊടുങ്ങല്ലൂർ റൂട്ടിൽ റോഡ് നിർമ്മാണത്തിന് വേണ്ടി 2 ഡയറക്ഷനിൽ കൂടുതൽ നിയന്ത്രണം അനുവദിക്കേണ്ടതില്ലെന്ന് യോഗം തീരുമാനിച്ചു. റോഡ് കോൺക്രീറ്റിംഗ് നീണ്ടുപോകുന്നത് മൂലം ബസ്സുടമകൾക്കും തൊഴിലാളികൾക്കും ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുന്നതിന് പഠിച്ച് റിപ്പോർട്ട് നൽകുവാൻ RTO കൺവീനറായുള്ള കമ്മിറ്റി രൂപീകരിക്കുവാൻ തീരുമാനിച്ചു. യോഗത്തിൽ MLAമാരായ AC മൊയ്തീൻ, മുരളി പെരുന്നല്ലി, VR സുനിൽകുമാർ, സേവ്യർ ചിറ്റിലപ്പള്ളി എന്നിവരും ബസ്സുടമസ്ഥ തൊഴിലാളി കോർഡിനേഷൻ കമ്മിറ്റി ഭാരവാഹികളുമായ MS പ്രേംകുമാർ, KV ഹരിദാസ്, KK സേതുമാധവൻ, മുജീബ് റഹ്മാൻ തുടങ്ങിയവരും പങ്കെടുത്തു. തൃശൂർ കൂർക്കഞ്ചേരി കുറുപ്പം റോഡ് ആധുനിക രീതിയിൽ നവീകരിക്കുന്നതിന്റെ ഭാഗമായുള്ള നിർമ്മാണ പ്രവർത്തികൾ തുടങ്ങി. 3 ഘട്ടങ്ങളിലായാണ് നിർമ്മാണം. നിലവിലെ ടാറിംഗ് വെട്ടിപ്പൊളിക്കുന്ന പ്രവൃത്തിയാണ് നടക്കുന്നത്. തുടർന്ന് റോഡ് കോൺക്രീറ്റ് ചെയ്യും. റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. ഹെവി വാഹനങ്ങൾ ചിയ്യാരം കണ്ണംകുളങ്ങര വഴി ശക്തൻ സ്റ്റാൻഡിലേക്കും ചെറുവാഹനങ്ങൾ നെടുപുഴ സോമിൽ റോഡ് വഴിയുമാണ് തിരിച്ചുവിടുന്നത്. 10 കോടി രൂപയാണ് റോഡ് നിർമ്മാണത്തിനായി കോർപ്പറേഷൻ നീക്കിവച്ചിരിക്കുന്നത്. വാണിയംപാറ മണിയൻകിണർ ആദിവാസി കോളനിക്ക് സമീപം കാട്ടാനയെ ചരിഞ്ഞ നിലയിൽ കണ്ടെത്തി. ഫെൻസിംഗിന് സമീപത്തായാണ് സമീപവാസികൾ ആനയെ ചരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത്. ഫെൻസിംഗിൽ നിന്നുള്ള വൈദ്യുതി ആഘാതവും വീണപ്പോൾ നെഞ്ചിലേറ്റ ക്ഷതവുമാണ് ആന ചെരിയാൻ കാരണമെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തി. ഏകദേശം 40 വയസ്സ് തോന്നിക്കുന്ന പിടിയാനയാണ് ചരിഞ്ഞത്. PG വൈൽഡ് ലൈഫ് വാർഡിന്റെ നേതൃത്വത്തിൽ ഉന്നത വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്ത് എത്തിയിരുന്നു. അതിരപ്പള്ളി പോലീസ് സ്റ്റേഷന് സമീപം വീണ്ടും കാട്ടാനയെത്തി. സ്റ്റേഷന് മുന്നിലെ തെങ്ങ് പട്ട പറിച്ചു തിന്ന് പോയ കാട്ടാന വീണ്ടും തിരിച്ചെത്തി പോലീസ് സ്റ്റേഷന് മുന്നിൽ ഏറെ നേരം നിലയുറപ്പിച്ചു. കൊന്നക്കുഴി ഫോറസ്റ്റ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരെത്തി വാഹനത്തിലെ സൈറൻ മുഴക്കിയാണ് ആനകളെ പിന്തിരിപ്പിച്ചത്. അമ്പത് വർഷത്തെ പ്രവാസത്തിന് ശേഷം സ്വന്തം വീട്ടുവളപ്പിൽ പരിമിതമായ സ്ഥലത്ത് ജൈവ കൃഷിയിൽ വിസ്മയം തീർക്കുകയാണ് മജീഷ്യൻ കൂടിയായ വാടാനപ്പള്ളി പട്ടളങ്ങാടി രായമരക്കാർ വീട്ടിൽ സൈനുദ്ദീൻ. സ്ഥലപരിമിതിയെ മറികടക്കാൻ ആധുനിക കൃഷിരീതികളിൽ പുത്തൻ പരീക്ഷണങ്ങളാണ് നടത്തുന്നത്. വെർട്ടിക്കൽ കൃഷിരീതിയും തുള്ളി നനയും തിരിനനയും മണ്ണില്ലാ കൃഷിയുമാണ് ഇവിടെ നടത്തുന്നത്. പച്ചക്കറികൾക്ക് പുറമെ വിവിധ പഴവർഗ്ഗങ്ങളും വിളയിച്ചെടുക്കുന്നുണ്ട്. എത്ര വിളവുണ്ടായാലും കൃഷി ചെയ്തുണ്ടാക്കിയതൊന്നും വിൽക്കാറില്ല. സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും അയൽക്കാർക്കുമായി പങ്കിട്ട് കൊടുക്കുകയാണ് പതിവ്. മട്ടുപ്പാവിൽ കോവയ്ക്ക, പച്ചമുളക്, പയർ, കൈപ്പയ്ക്ക, തക്കാളി എന്നിവ സമൃദ്ധമായി വിളഞ്ഞു നിൽക്കുന്നുണ്ട്. ഒരു 50 വർഷത്തെ പ്രവാസ ജീവിതം കഴിഞ്ഞ് എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് നിൽക്കുമ്പോഴേ മനസ്സിലെപ്പോഴും ഉണ്ടായിരുന്ന ഒരു ആഗ്രഹമാണ് ഒരു കർഷകനാകാന്നുള്ളത്. സാധാരണക്കാർക്ക് ഈ സ്ഥലമോ മറ്റു കൃഷി ചെയ്യാനുള്ള ഇല്ലെങ്കിൽ തന്നെ അവർക്ക് കൃഷി ചെയ്തിട്ട് നല്ല ഭക്ഷണം കഴിക്കേണ്ട ഒരവസ്ഥ ഉണ്ടാക്കുകയാണ്. അല്പം പോലും വിഷം കലരാത്ത ശുദ്ധമായിട്ട് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ
നമ്മുടെ ശരീരം തന്നെ കുറേ പ്രതിരോധശേഷിയുള്ളതാണ്. അതിന് പ്രതിരോധശേഷി വർദ്ധിപ്പിക്കും, നമ്മൾക്ക് അസുഖങ്ങൾ വരാതിരിക്കും. നല്ല ഭക്ഷണം അറിഞ്ഞു കഴിക്കുക. വാടാനപ്പള്ളി കൃഷി അസിസ്റ്റന്റ് ഓഫീസർ ജ്യോതിബാബുവിന്റെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥർ പൂർണ്ണ പിന്തുണയാണ് സൈനുദ്ദീന് നൽകുന്നത്. പേരക്കുട്ടികളായ സായിദ്, സയാൻ എന്നിവരാണ് കൃഷിപ്പണിക്ക് കൂട്ടായി സൈനുദ്ദീനൊപ്പമുള്ളത്. കർഷക സുഹൃത്തുക്കളായ പ്രസന്നൻ വയക്കാട്ടിൽ, RK സുബൈർ, അഷ്റഫ് എന്നിവർ കൃഷി അറിവുകൾ പങ്കുവച്ച് ഈ മാന്ത്രിക കർഷകനൊപ്പം ഉണ്ട്. വാടാനപ്പള്ളി പഞ്ചായത്തിലെ മികച്ച ഹൈടെക് കർഷകനായി സൈനുദ്ദീൻ ഈ വർഷം തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. ഗൾഫിൽ നിന്ന് തിരിച്ചു വന്നതിന് ശേഷം മാജിക് പഠിച്ച് കലാരംഗത്തും ഇദ്ദേഹം കഴിവ് തെളിയിച്ചു. ഇതിനോടകം നിരവധി വേദികളിൽ മാജിക് അവതരിപ്പിച്ചിട്ടുണ്ട്. ചുരുങ്ങിയ കാലം കൊണ്ട് കൃഷിയെ അടുത്തറിഞ്ഞ് അന്നം വിളയിച്ചെടുക്കുന്നതിലെ സൈനുദ്ദീന്റെ മാന്ത്രികതയാണ് ഏവരെയും വിസ്മയിപ്പിക്കുന്നത്. TCV ന്യൂസ്, അന്തിക്കാട്. കുന്നംകുളം പുതിയ ബസ് സ്റ്റാൻഡിൽ സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി നട്ട ചെടികൾ മോഷണം പോയതായി പരാതി. ബസ് സ്റ്റാൻഡിൽ പ്രവർത്തിക്കുന്ന ചില്ലി ഫ്ലവേഴ്സ് ചെമ്പലാസ് സ്ഥാപന ഉടമയും ജീവനക്കാരും ചേർന്ന് കുന്നംകുളം നഗരസഭയുടെ നിർദ്ദേശപ്രകാരം നട്ടുപരിപാലിച്ചിരുന്ന ചെടികളാണ് മോഷണം പോയത്. സ്ഥാപനത്തിലെ CCTV ക്യാമറയിൽ മോഷ്ടാവിന്റെ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ട്. മോഷ്ടാവ് വില കൂടിയ ചെടികൾ മോഷ്ടിച്ച് മറ്റ് ചെടികൾ നശിപ്പിച്ച് കളഞ്ഞിരിക്കുകയുമാണ് ചെയ്തിരിക്കുന്നത്. രാജ്യം കണ്ട ഏറ്റവും വലിയ ദുരന്തങ്ങളിലൊന്നാണ് വയനാട്ടിലുണ്ടായതെന്നും വയനാടിനെ സഹായിക്കേണ്ടത് കേന്ദ്ര സർക്കാരിന്റെ ബാധ്യതയാണെന്നും AC മൊയ്തീൻ MLA പറഞ്ഞു. വയനാട് പുനരധിവാസം അട്ടിമറിക്കാനും അർഹതപ്പെട്ട കേന്ദ്ര സഹായം ഇല്ലാതാക്കാനും നടത്തുന്ന കള്ളപ്രചരണങ്ങൾക്കെതിരെ CPM ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പ്രതിഷേധ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തൃശൂർ നടുവിലാലിൽ നടന്ന പ്രതിഷേധ കൂട്ടായ്മയിൽ CPM ഏരിയ സെക്രട്ടറി K രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KV അബ്ദുൽ ഖാദർ, MN സത്യൻ, PR വർഗീസ് തുടങ്ങിയവർ സംസാരിച്ചു. മെസ്സിയോടുള്ള ആരാധനയിൽ പന്ത് തട്ടി തുടങ്ങിയ ഗായത്രി 13-ാം വയസ്സിൽ കേരളത്തിന്റെ താരമായി മാറി. സബ് ജൂനിയർ വിഭാഗം ദേശീയ ചാമ്പ്യൻഷിപ്പിൽ കേരളത്തിന്റെ ജേഴ്സി അണിഞ്ഞ് പ്രതിരോധം തീർത്തത് വടമ സ്വദേശിയായ 8ാം ക്ലാസ്സുകാരി ഗായത്രിയാണ്. ആലേക്കാട്ട് മഹേഷിന്റെയും സൗമ്യയുടെയും മകളായ ഗായത്രി അവിട്ടത്തൂർ LBSM സ്കൂളിലെ വിദ്യാർത്ഥിയാണ്. കേരള പോലീസ് ഫുട്ബോൾ ടീമിൽ അംഗമായിരുന്ന മുൻ DYSP തോമസ് കാട്ടുകാരനാണ് പരിശീലകൻ. അവിട്ടത്തൂരിലെ സ്കൂളിൽ തോമസ് കാട്ടുകാരൻ പരിശീലകനായി ഉള്ളതിനാലാണ് ഗായത്രിയെ മാളയിൽ നിന്ന് മാറ്റിയത്. TV-യിൽ ഫുട്ബോൾ മത്സരങ്ങൾ കണ്ടാണ് ആകർഷണം തോന്നിയത്. രാവിലെയും വൈകിട്ടും 3 മണിക്കൂർ വീതമാണ് ക്രൈസ്റ്റ് കോളേജ് മൈതാനത്ത് പരിശീലനം. മധ്യപ്രദേശിൽ വെച്ച് നടന്ന ഇന്ത്യൻ നാഷണൽ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ കേരളത്തിന് വേണ്ടി ഞാൻ കളിച്ചിരുന്നു. കളി കണ്ട് ഇഷ്ടമായിട്ടാണ് ഞാൻ ഫുട്ബോളിലേക്ക് വന്നത്. TV-യിൽ കളി കാണാൻ അതിൽ കൂടുതലും ഞാൻ ഗ്രൗണ്ടിൽ ടൂർണമെന്റുകളൊക്കെ കണ്ടിട്ടാണ് എനിക്ക് ഇഷ്ടമായത്. ജില്ലയിൽ നിന്ന് 5 പേരാണ് കേരള ടീമിലുള്ളത്. KFAയുടെ നേതൃത്വത്തിലാണ് കേരള ടീം മധ്യപ്രദേശിൽ നടന്ന ദേശീയ മത്സരത്തിനിറങ്ങിയത്. ഓൾ ഇന്ത്യ ഫുട്ബോൾ അസോസിയേഷനാണ് മത്സരം സംഘടിപ്പിച്ചത്. സെമിഫൈനലിൽ ഒഡീഷയുമായുള്ള മത്സരത്തിൽ പരാജയപ്പെട്ടാണ് കേരളം മടങ്ങിയത്. TCV ന്യൂസ്, മാള. പാവറട്ടി പെരിങ്ങാട് പ്രദേശത്ത് കണ്ടലുകൾ വെട്ടി നശിപ്പിച്ച നിലയിൽ കണ്ടെത്തി. പെരിങ്ങാട് പുഴ കാടാക്കാനുള്ള കരട് വിജ്ഞാപനം പുറത്തിറക്കിയതിനെ ചൊല്ലിയുള്ള വിവാദങ്ങൾ ഉയർന്നു നിൽക്കുന്നതിനിടെയാണ് 20 അടിയിലേറെ ഉയരമുള്ള കണ്ടലുകൾ വെട്ടിയിട്ടുള്ളത്. പ്രദേശത്ത് സ്ഥാപിച്ച വനംവകുപ്പ് ഓഫീസിന് സമീപമാണ് കണ്ടലുകൾ വെട്ടി നശിപ്പിച്ചിട്ടുള്ളത്. പുഴ പുറമ്പോക്കിലുള്ള 234.18 ഏക്കർ സ്ഥലമാണ് വനംവകുപ്പ് സംരക്ഷിത വനമാക്കി മാറ്റാനുള്ള വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടുള്ളത്. ഈ പ്രദേശം വനംവകുപ്പ് ഏറ്റെടുത്താൽ തദ്ദേശീയർക്ക് ഒട്ടേറെ വിഷമതകൾ അനുഭവിക്കേണ്ടി വരുമെന്നും അതിനാൽ വിജ്ഞാപനം പിൻവലിക്കണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം. കണ്ടൽ സംരക്ഷണത്തിന്റെ പേരിലാണ് വനംവകുപ്പ് പുഴയും പുഴയോരവും ഏറ്റെടുക്കുന്നത്. ഇതിനിടെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി കണ്ടൽ വെട്ടിയത് സംബന്ധിച്ച് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. കുന്നംകുളം ചെറുവത്താനിയിൽ അജ്ഞാത സംഘം വടക്കേക്കാട് സ്വദേശികളായ സഹോദരങ്ങളെ വെട്ടിപ്പരിക്കേൽപ്പിച്ച് 1.5 പവന്റെ മാല കവർന്നു. വടക്കേക്കാട് സ്വദേശികളായ തോട്ടുപുറത്ത് വീട്ടിൽ 22 വയസ്സുള്ള റെനിൽ, 24 വയസ്സുള്ള രാഹുൽ എന്നിവർക്കാണ് പരിക്കേറ്റത്. റെനിലിന്റെ കഴുത്തിൽ കിടന്നിരുന്ന 1.5 പവന്റെ മാല കവർന്നു. ഇന്ന് വൈകിട്ട് 5 മണിയോടെയായിരുന്നു സംഭവം. ചെറുവത്താനിയിൽ വെച്ച് രാഹുൽ ഓടിച്ചിരുന്ന ബൈക്കിന്റെ പെട്രോൾ കഴിയുകയും വിവരമറിയിച്ചതിനെ തുടർന്ന് സഹോദരൻ പെട്രോളുമായി വന്ന് പെട്രോൾ ഒഴിക്കുന്നതിനിടെ നിരവധി ബൈക്കുകളിലായി എത്തിയ 15ഓളം വരുന്ന സംഘം യുവാക്കളെ വെട്ടി പരിക്കേൽപ്പിക്കുകയും തലയ്ക്കടിച്ച് പരിക്കേൽപ്പിക്കുകയുമായിരുന്നുവെന്ന് പറയുന്നു. പരിക്കേറ്റ സഹോദരർ ഇരുവരും തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടി. സംഭവത്തിൽ കുന്നംകുളം പോലീസിൽ പരാതി നൽകി.
ദേശീയപാത വെട്ടിക്കലിൽ പിക്കപ്പ് മറിഞ്ഞ് അപകടം 2 പേർക്ക് പരിക്കേറ്റു. പാലക്കാട് ദിശയിൽ നിന്നും തൃശൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന പിക്കപ്പ് വാനാണ് തലകീഴായി മറിഞ്ഞത്. വാഹനത്തിലുണ്ടായിരുന്ന ചാക്കുകെട്ടുകൾ റോഡിൽ വീണു. മണ്ണുത്തി ഹൈവേ പോലീസ് സ്ഥലത്തെത്തിയാണ് ഗതാഗതം നിയന്ത്രിച്ചത്. പുതുതലമുറ കോഴ്സായ സൈബർ ഫിസിക്കൽ സിസ്റ്റംസ്, റോബോട്ടിക്സ് ആൻഡ് ഓട്ടോമേഷൻ എഞ്ചിനീയറിംഗ് ഡിസൈന് തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ തുടക്കം കുറിച്ചു. മന്ത്രി ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു. സാങ്കേതിക വിദ്യയിൽ വന്നുകൊണ്ടിരിക്കുന്ന നവീന സാധ്യതകൾ ഉപയോഗപ്പെടുത്തുന്നതിലൂടെ വിദ്യാർത്ഥികൾക്കും സമൂഹത്തിനും ഏറെ ഗുണം ചെയ്യുന്ന പുതുതലമുറ കോഴ്സുകളാണ് തുടങ്ങുന്നത്. സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ PR ഡോക്ടർ ഷാലിജ്, തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ മീനാക്ഷി തുടങ്ങിയവർ സംസാരിച്ചു. മലയാള തനിമയുടെ അടയാളങ്ങളായിരുന്ന തൊപ്പിക്കുടയും ഓലക്കുടയും നിർമ്മിക്കുന്നവർ ഇന്ന് ചുരുക്കം. എന്നാൽ കടവല്ലൂർ പഞ്ചായത്തിലെ ഒറ്റപ്പിലാവ് കണിശത്ത് ഒറ്റപ്ലാക്കൽ സുബ്രഹ്മണ്യൻ പണിശാലയിൽ ഇപ്പോൾ ജോലി തിരക്കിലാണ്. പാരമ്പര്യത്തിന്റെ മികവ് ഒട്ടും ചോരാതെ നിർമ്മിക്കുന്ന പലതരം ഓലക്കുടകൾക്ക് ആവശ്യക്കാരേറെയാണ്. കുടപ്പനയുടെ ഓലയും ഈറ്റയുടെയും മുളയുടെയും കമ്പും ഉപയോഗിച്ചാണ് കുടകളുടെ നിർമ്മാണം. കുടപ്പന വിരളമായതിനാൽ ദൂരസ്ഥലങ്ങളിൽ നിന്നാണ് ഇവ കൊണ്ടുവരുന്നത്. നിലവിൽ പെരുമണ്ണൂരിൽ നിന്നാണ് എത്തിക്കുന്നത്. കൊരട്ടിക്കരയിലുള്ള കരകൗശല ഷോപ്പ് വഴിയാണ് വിപണനം നടത്തുന്നത്. വീട്ടിലെത്തിയും ആളുകൾ കുടകൾ വാങ്ങുന്നുണ്ട്. തൊപ്പിക്കുടയ്ക്ക് 500 രൂപയും ഓലക്കുടയ്ക്ക് മോഡൽ അനുസരിച്ച് 1000 രൂപ മുതൽ 1500 രൂപ വരെയുമാണ് വില. പനയോല കൊണ്ടും ഈറ്റ കൊണ്ടും ക്ഷേത്ര മാതൃകകൾ ഉണ്ടാക്കുന്നതിലും വിദഗ്ധനാണ് സുബ്രഹ്മണ്യൻ. ഈ സംഭവങ്ങളൊന്നും അന്യം നിന്ന് പോകരുത് എന്നുള്ളൊരു ധാരണ ഉണ്ട് മനസ്സില്. ഉപജീവിതമാർഗം മാത്രമല്ല, കലയാണല്ലോ. അപ്പം അങ്ങനെയൊക്കെ പല ഉദ്ദേശങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇപ്പോൾ ഇത് അറിയാവുന്ന ആൾക്കാർ വളരെ കുറവാണ്. അറിയാവുന്ന ആൾക്കാർ പണി നിർത്തിയ പിന്നെ ഇത് തീരെ കിട്ടാതാവില്ലേ. അപ്പോൾ അങ്ങനെ ഉള്ള ഉദ്ദേശങ്ങളൊക്കെയാണ്. കൊരട്ടിക്കര കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കരകൗശല വിപണന സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ 30ഓളം പേർക്ക് കരകൗശല നിർമ്മാണ പരിശീലനം നൽകിയിരുന്നു. ഇതുവഴിയാണ് സുബ്രഹ്മണ്യനും ഇത്തരം വസ്തുക്കളുടെ നിർമ്മാണത്തിൽ വൈദഗ്ധ്യം നേടിയത്. അസംസ്കൃത വസ്തുക്കളുടെ ലഭ്യതക്കുറവാണ് ഇത്തരം ജോലികൾ ചെയ്യുന്നവർ നേരിടുന്ന പ്രതിസന്ധി. പനയോലയും ഈറ്റയും ലഭിക്കാത്ത സമയങ്ങൾ കൂലിപ്പണിക്ക് പോയാണ് സുബ്രഹ്മണ്യന്റെ ജീവിതം മുന്നോട്ട് നീങ്ങുന്നത്. TCV ന്യൂസ്, കുന്നംകുളം. അസ്മിത ഖേലോ ഇന്ത്യ ദേശീയ വനിതാ ജൂഡോ ലീഗ് ടൂർണമെന്റ് തൃശൂർ VKN മേനോൻ ഇൻഡോർ സ്റ്റേഡിയത്തിൽ തുടരുന്നു. 700ഓളം താരങ്ങളാണ് ടൂർണമെന്റിൽ പങ്കെടുക്കുന്നത്. സബ് ജൂനിയർ, കേഡറ്റ്, ജൂനിയർ, സീനിയർ വിഭാഗങ്ങളിലായാണ് മത്സരങ്ങൾ തുടരുന്നത്. ടൂർണമെന്റ് വെള്ളിയാഴ്ച വൈകിട്ട് സമാപിക്കും. Yes, next ball. Ashwini Karnataka, white corner. ബന്ധു നിയമന ആരോപണം നിലനിൽക്കുന്ന അളഗപ്പനഗർ പഞ്ചായത്തിൽ ബന്ധപ്പെട്ട യോഗത്തിന്റെ കരട് ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് LDF അംഗങ്ങൾ പഞ്ചായത്ത് ഓഫീസിനുള്ളിൽ പ്രതിഷേധിച്ചു. പ്രസിഡന്റ് 3 ദിവസം സ്ഥലത്തില്ലാത്തതിനാൽ ഭരണസമിതി അംഗീകരിച്ച കരട് ലഭ്യമാക്കാൻ തടസ്സമുണ്ടെന്ന സെക്രട്ടറിയുടെ സാങ്കേതിക വാദം പ്രതിഷേധക്കാർ അംഗീകരിച്ചില്ല. ബുധനാഴ്ച 11-നകം കരട് ലഭ്യമാക്കണമെന്ന സെക്രട്ടറിയുടെ ഉറപ്പിലാണ് സമരം അവസാനിപ്പിച്ചതെന്ന് LDF അംഗങ്ങൾ പറഞ്ഞു. തുടർന്ന് താൽക്കാലിക ജീവനക്കാരെ നിയമിക്കുന്നതിൽ പ്രസിഡന്റിന്റെ സ്വജന പക്ഷപാതമാണ് നടപ്പാക്കുന്നതെന്നാരോപിച്ച് LDF അംഗങ്ങൾ ഓഫീസിന് മുന്നിൽ പ്രതിഷേധിച്ചു. യോഗം LDF പാർലമെന്ററി പാർട്ടി നേതാവ് PK ശേഖരൻ ഉദ്ഘാടനം ചെയ്തു. ഇന്നത്തെ സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 7000 രൂപ, പവന് 56,000 രൂപ. വെള്ളി ഗ്രാമിന് 96 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3327 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. തൃശൂർ പൂരം കലക്കിയതിൽ ക്രിമിനൽ ഗൂഢാലോചനയെന്ന് ADGPയുടെ റിപ്പോർട്ട്. അന്വേഷണ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കൈമാറി. നിലപാട് കടുപ്പിച്ച് CPI.
ലൈംഗിക പീഡന കേസിൽ നടൻ സിദ്ദീഖിന്റെ അറസ്റ്റ് ഉടൻ. സിദ്ദീഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി. ലൈംഗികാതിക്രമ കേസിൽ നടനും MLAയുമായ മുകേഷിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. കയ്പമംഗലത്ത് യുവാവിനെ മർദ്ദിച്ചു കൊന്ന് ആംബുലൻസിൽ ഉപേക്ഷിച്ചു. കോയമ്പത്തൂർ സ്വദേശി അരുണാണ് കൊല്ലപ്പെട്ടത്. പ്രതികൾക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. മുന്നൊരുക്കങ്ങൾ പൂർത്തിയാക്കാതെ ആമ്പല്ലൂരിൽ അടിപ്പാത നിർമ്മാണത്തിനായി ദേശീയപാത പൊളിച്ചു തുടങ്ങി. ആമ്പല്ലൂർ സെന്റർ മുതൽ വൻ ഗതാഗത കുരുക്ക് അനുഭവപ്പെട്ടു. ദേശീയപാത അതോറിറ്റിക്കെതിരെ KK രാമചന്ദ്രൻ MLA. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.